ഞങ്ങൾ ഈ ഞണ്ട് കൊണ്ടുവന്ന് കൊടുക്കാൻ പോവാം. അടിപൊളി. ആ അരി വെച്ചാൽ മതിയോ? ഇതിലാകുമ്പം കവറ് പൊട്ടി പോകത്തില്ലല്ലോ. അപ്പം ഇത് ഞങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കാൻ പോവാ ഈ ഞണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊരു ഞണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പെരുവൻ പാലത്തിൻ്റെ അടുക്കളുള്ള ഒരാളിൻ്റെ വില കൊണ്ടു കൊടുത്തു. അന്ന് അവിടെ കൊടുത്തപ്പോൾ നമുക്ക് അതിനുള്ള വിലയൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. ആ വില അതിന് നമുക്ക് ഒരുപാട് വില കുറച്ചാണ് ഈ ഞണ്ടിനാണ്. ഇപ്പം നമ്മുടെ തൊട്ടടുത്ത് വിസുളവിൻ്റെ അടുക്ക ഒരാൾ ഞണ്ടെടുക്കുന്നവിടെ ഉണ്ടെന്നറിഞ്ഞ്. അപ്പോൾ ഇന്ന് അവിടെ ഒന്ന് കൊടുത്തു നോക്കാം, നല്ല വില കിട്ടുമായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഒരെണ്ണം കിട്ടിയപ്പോൾ അവിടെ കൊടുത്തത് നമുക്ക് നല്ല വില കിട്ടിയായിരുന്നു കേട്ടോ. വിസുളവിൽ കൊണ്ടുകൊടുത്ത് 1500 രൂപയ്ക്ക്, അത് 3500 രൂപയ്ക്ക് അടുത്ത് ഉള്ള ഒരു വില കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ തന്നെ കൊണ്ടുപോകുന്നത്, ഞാനും ചേർന്നൂടെ പോകുന്നത്. അപ്പോൾ നമുക്ക് പോകുമ്പം ഉള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. കണ്ടോ, ഈ വെള്ളത്തിൽ കൂടെ നമ്മൾ ഇന്നാൾ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ ഈ ഒരു സ്ഥലം കണ്ടായിരുന്നു. അപ്പോൾ ഇതുവഴി തന്നെ വേണം അവരെ വീട്ടിൽ പോകാനാണ് കേട്ടോ. രാവിലെ തന്നെ വള്ളക്കാരെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അവിടെ എല്ലാം ആളായിട്ടുണ്ട്. ആൾക്കാരൊന്നും ബസ്സിലൊന്നും ഒന്നും വരാറായിട്ടില്ല. പക്ഷേ ഇവിടെ അല്ലാതെ പിന്നെ ഇന്നലെ വന്നിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. അതുകൊണ്ട് അങ്ങൊക്കെ ചെറിയ ചെറിയ വെള്ളത്തിൽ കയാക്കിലൊക്കെ കിടക്കുന്നത്. അവധി ദിവസങ്ങളിലാണ്, ശനിയും ഞായറുമാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ആൾക്കാർ വരുന്നത്. അതുപോലെ തന്നെ വിശേഷ ദിവസങ്ങളിലുമൊക്കെ ഈ വെള്ളം ഇപ്പം ഇറക്കമായി തുടങ്ങി. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു വീഡിയോയിൽ കണ്ടായിരുന്നല്ലോ. അപ്പോൾ അന്ന് ഇത്രയും വെള്ളം ഇല്ലായിരുന്നു തോന്നുന്നു. ഇപ്പം നല്ല ഇറക്കമായി കേട്ടോ. അവിടെ വള്ളക്കാർ ഞങ്ങൾ എന്തോ സംസാരം നടക്കുന്നു. പായലുണ്ട് കേട്ടോ. ഇവിടെ പായലുണ്ടായതുകൊണ്ട് തെറ്റും. പിന്നെ പരുക്കനടിച്ച് കിടക്കും കേട്ടോ. മെറ്റിലെല്ലാം തെളിഞ്ഞ്, കോൺക്രീറ്റിൻ്റെ മെറ്റിലെല്ലാം തെളിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇവിടെ എല്ലാം വെള്ളം കിടപ്പുണ്ട് കേട്ടോ. വെള്ളവും കയാക്കും ഒക്കെ അതുകൊണ്ട് അങ്ങെല്ലാം വെള്ളം കിടക്കുന്നുണ്ടോ. നമ്മൾ വരുന്ന റോഡിൻ്റെ സൈഡാണ്. തുണിയെല്ലാം അടിച്ച് നനയ്ക്കും, കുഴപ്പമില്ല, വീട്ടിൽ ചെന്ന് കഴുകാമല്ലോ. വള്ളക്കാരൊക്കെ രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. കയാക്ക് കൂട്ടിയിട്ടേക്കുന്നു. ഒരുപാട് പോണോ ഏട്ടാ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതിന് കുറച്ച് അപ്പുറം വരെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആ വീഡിയോയിൽ ഒരു 2 കടയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ കടയൊക്കെ ഇപ്പം കാണാം. നമുക്ക് ഇനി കുറച്ചുകൂടി നടക്കണം. അപ്പോൾ നമ്മൾ ആ കടയിലെടുക്ക വരെ വരാറായപ്പോൾ ലിജി വിളിച്ചു. ലിജിക്ക് പെട്ടെന്ന് ചെല്ലണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാവ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അത് കാരണം പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരികെ പോകേണ്ടി വന്നു. വാവ അന്നേരം കടയിലോ മറ്റോ പോയായിരുന്നു ചേട്ടനെ ഏൽപ്പിച്ചത്. അപ്പം ബാത്റൂമിലോ എന്തോ കാര്യങ്ങൾക്ക് വെള്ളം കുടിക്കാനോ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ചെല്ലണമെന്ന് വേണ്ടി വിളിച്ച്. അങ്ങനെ പിന്നെ ഞങ്ങളത് കാരണം തിരികെ പോരുന്നതാണ്. ഒരു കൊട്ടവഞ്ചി, ഇതാണ് ആ കട. ഇത് കൂട്ടിയിട്ടേക്കുക. കച്ചവടം ഇല്ലെന്ന് തോന്നില്ലേ ചേട്ടാ? ഇതാ കച്ചവടം ഉണ്ടോ? അപ്പുറത്ത് കച്ചവടം ഉണ്ടോ? ശനി ഞായറും ഇവിടെ കടയിലെടുക്കലോട്ടൊക്കെ വെള്ളം കയറി കിടക്കുന്നുണ്ട്. പൊക്കിയത് കൊണ്ട് കുറച്ച് വെള്ളം കയറത്തില്ല.
ഇതാണ് അടുത്ത കട. ഇവിടെ വരുന്നവർക്കുള്ള ബാത്റൂം സൗകര്യവും ഒക്കെ ഉണ്ട് കേട്ടോ. ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കട പൂട്ടിയിട്ടേ കേട്ടോ. അതിനകത്തിപ്പം കയാക്കൊക്കെ ഇട്ടിരിക്കുക. ഈ ഒരു കലങ്ക കണ്ടോ, പൊട്ടി പിളർന്നു പോയിരിക്കുക. കണ്ടൽക്കാട്. ഇവിടെ മൊത്തം കണ്ടൽക്കാടുകളാണ് കേട്ടോ. തെങ്ങും തോപ്പുകളായിരുന്നു ഇവിടെ എല്ലാം. ഇവിടെ ആന്നോ ഏട്ടാ? ഈ വീട്ടിലാന്നോ? ഈ ഒരു കലങ്ക് പൊട്ടിപ്പിള ഈ അടുത്ത സമയത്ത് വന്ന കലങ്ക കേട്ടോ. 8 വർഷമായി കാണുമായിരിക്കും. അതിന് മുന്നേ ഒരു ചെറിയൊരു കലങ്കായിരുന്നു. ഇതിപ്പോൾ ഒരു പാലമാണ്. കലങ്കെന്ന് പറയാനല്ല പറ്റത്തില്ല, പാലമാണ്. അന്ന് കലങ്കായിരുന്നു. കലങ്കെന്ന് പറഞ്ഞാൽ വീതി കുറഞ്ഞ് കലങ്ക്. അപ്പോൾ അന്നത് പോകാനൊക്കെ ബുദ്ധിമുട്ടായി. പിന്നെ പഞ്ചായത്തിൻ്റെ അനുമതിയോടുകൂടിയൊക്കെ പഞ്ചായത്തിൻ്റെ സഹായത്തോടൊക്കെ കൂടി കിട്ടിയൊരു ഇവിടെയുണ്ട് ഒരു ചെറിയൊരു കട. മുറ്റത്തൊക്കെ വെള്ളം കയറി കിടക്കുന്നുണ്ടോ. ഇവിടുത്തെ സ്ഥിതി ഇങ്ങനെയാണ്. ഇനി തൊട്ടപ്പുറത്തോട്ട് മാറി ഒരു റിസോർട്ടുണ്ട്. വഴിയിടം. നമ്മുടെ ത്രാസ് അന്നേരം 100 ഗ്രാം കൂടുതലായിരിക്കും. അല്ല, ഞങ്ങളുടെ ത്രാസ് അന്നേരം 100 ഗ്രാം കൂടുതലായിരിക്കും. ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു ഇവിടെ എടുക്കുമെന്നുള്ളത്. എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു തന്നെ, ഞാനിത് അറിയത്തില്ല. അത് 2ാമത്തെ വരവല്ലേ, 3 ഞങ്ങളിലെ പെരുമണായിരുന്നു കൊടുക്കുന്നത്. പൈസ ഗൂഗിൾ പേ ഇട്ടേ. കണ്ണം കൊഴുവയാന്നോ ഇതിൽ കിടക്കുന്നത്? പിന്നെ വല്ലി അല്ല, അത് ഇതെന്തൊരു മീനാ? പൂമീന. വണ്ടിപ്പണിക്ക് വെള്ളം ഒട്ടിച്ചു. അപ്പോൾ നമ്മൾ ഞണ്ടൊക്കെ കൊടുത്ത്
തിരിച്ച് വീട്ടിൽ പോവാട്ടോ. അപ്പോൾ ഈ കാണുന്ന ഒരു പാലം ഉണ്ടല്ലോ, അതൊരു വീട്ടിലോട്ട് കയറി പോകുന്ന ഒരു വഴിയാണ്. അയ്യോ തെറ്റുന്നു കേട്ടോ. ആ പാലത്തിൽ നിന്ന് കയറി പോയാലോ കേട്ടോ. അപ്പം ഞാനിവിടെ നിന്ന് പതുക്കെ ഇറങ്ങട്ട്, എന്നിട്ട് പാലത്തെ കയറിയിട്ട് വീഡിയോ എടുക്കാം കേട്ടോ. പഞ്ചായത്തിൻ്റെ വഴിയാണ് കേട്ടോ, ഒരു വഴി ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ. ഗ്രാമപഞ്ചായത്തിൻ്റെ വൺറോതിരുത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു വഴിയുടെ കേട്ടോ. ഒരു 3-4 വീട്ടുകാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് പണിഞ്ഞു കൊടുത്തതാണ് ഈ ഒരു വഴി. അവിടെ പൂട്ടിയിട്ടേക്കും കേട്ടോ. അവരൊക്കെ ജോലിക്കൊക്കെ പോകുമ്പോൾ അത് പൂട്ടിയിടും, കാരണം അത് വേറൊരാൾ അവിടെ കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. അവർക്കുള്ളത് മാത്രം മതി, ഇല്ലയോ? ഞാനാണെങ്കിൽ ആകെ മൊത്തത്തിൽ നനഞ്ഞു കേട്ടോ. നനഞ്ഞാലും കഴിഞ്ഞ്. ഇവിടെ തെറ്റലൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ എപ്പോഴും ആൾക്കാർ നടന്നു എടുത്ത് ഇവിടുത്തെ പായലൊക്കെ എപ്പോഴും പോകും, നല്ല ഒഴുക്കുണ്ട്. അവിടെ എന്ന് വെച്ചാൽ നമ്മളാ ഞണ്ട് കൊടുക്കാൻ പോയെടുത്ത് ഭയങ്കര തെറ്റലാണ്. അവിടോട്ട് അങ്ങനെ എപ്പോഴും ആൾക്കാർ പോകുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഭയങ്കര തെറ്റലായിരുന്നു. അങ്ങനെ ഞാൻ സൂക്ഷിച്ചൊക്കെ നടന്നതാണ് കേട്ടോ. അപ്പോഴും നമ്മുടെ ഞണ്ടിൻ്റെ വില പറഞ്ഞില്ലല്ലോ. ഞണ്ടിന് ഞണ്ട് 1 കിലോയും 350 ഗ്രാമും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ 3750 രൂപ കിട്ടി നമുക്ക് കേട്ടോ. അപ്പം ഈ ഒരു ഞണ്ട് ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ നമുക്ക് കിട്ടുന്നുള്ളെങ്കിൽ നമുക്കൊരു നേട്ടം കേട്ടോ. അപ്പോൾ അതാ വേറെ മീനൊന്നും കിട്ടിയില്ലെങ്കിലും നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞണ്ട് വലയിടുന്നതിൻ്റെ കാര്യം ഇതാ. വല്ലപ്പോഴും നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെ 2 ആഴ്ച കൂടുമ്പോഴോ ഇതുപോലെ ഒന്ന് കിട്ടിയാൽ അത്ര വലിയ കാര്യമാണ്. അപ്പോൾ ഇനിയും ഇനിയിപ്പോൾ ഒരു 2 ദിവസവും കൂടെ ഒക്കെ കഴിഞ്ഞിട്ടേ നമ്മൾ അടുത്ത വലയിടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. ഒരു ബൈ പറഞ്ഞേരെ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം ഇനി.